ഈ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വലുതായിട്ടൊന്നും ചിന്തിക്കരുത്, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം എനിക്ക് ഭാവനകളധികം ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിൻ്റെ ലിറ്ററൽ ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, അത് കൂടാതെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൂചകങ്ങൾ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ, അത് വിവരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇതാണ് അതിതാണെന്നുള്ള സ്പെക്കുലേഷൻ മാക്സിമം ഒഴിവാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് പ്രസംഗിക്കുന്ന വലിയ ആൾക്കാർക്ക് ഒത്തിരി ഭാവനകളുണ്ട്. ആ ഭാവനകളെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും കൂട്ടിച്ചേർക്കാതെ വചനം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പ്രത്യേകം. കാരണം ഇതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എന്നെ സംബന്ധിച്ചും. 22-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്, 18-ാം വാക്യം, ഐ വാണ്ട് എവ്രി വൺ ഹു ഹിയേഴ്സ് ദ വേർഡ്സ് ഓഫ് ദ പ്രൊഫസി ഓഫ് ദിസ് ബുക്ക്, ഇഫ് എനിവൺ ആഡ്സ് ടു ദം, ഗോഡ് വിൽ ആഡ് ടു ഹിം ദ പ്ലേഗ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ബുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്നും കൂട്ടിച്ചേർക്കരുത് എന്നാണ് ഈ പ്രവചന പുസ്തകത്തിൽ. ബൈബിളിനോടൊന്നും കൂട്ടിച്ചേർക്കരുത് നമുക്കറിയാം. പക്ഷേ ഈ പ്രവചന പുസ്തകത്തെ എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ് ഈ പ്രവചനത്തോടൊന്നും ആഡ് ചെയ്യരുത്. കാരണം നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓതർ ഉദ്ദേശിച്ച ഒറിജിനൽ അർത്ഥമായിരിക്കില്ല ഇത് കേൾക്കുന്ന ആൾക്ക് ലഭിക്കുന്നത്. അത് ഒരിടത്ത് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല ഇതിൻ്റെ കുഴപ്പമുണ്ടാകുന്നത്. ഇതിൻ്റെ കുഴപ്പം ഇതിൻ്റെ മൊത്തം വ്യാഖ്യാനത്തിലുണ്ടാവും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പാടുപെടേണ്ട. കാരണം ഇതൊരു അൺട്രാവലിംഗ് ആണ്, ഒരു കർട്ടൻ റിമൂവിങ് എക്സ്പീരിയൻസ് ആണ്. ഇത് നമ്മൾ മുൻപോട്ട് ജീവിച്ച് ചെല്ലുന്തോറുമാണ് നമുക്കിത് ക്ലാരിറ്റി ലഭിക്കുന്നത്. അന്ത്യകാലമാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കാണും. ആ ഒരു സമയം അടുത്തടുത്ത് വരുന്തോറും ഇതിൻ്റെ ക്ലാരിറ്റി വർദ്ധിച്ച് വരും. അല്ലാതെ ആ ദിവസം രാത്രി എന്ന പോലെ ഇരുട്ടെന്ന പോലെ നമ്മൾ പിടിപ്പാൻ നമ്മൾ ഇരുട്ടിലുള്ളവരല്ല. അടുത്തടുത്ത് ചെല്ലുന്തോറും നമുക്ക് ഡേറ്റും സമയവും വർഷവും ഒന്നും ഒരിക്കലും അറിയാൻ പറ്റില്ലെങ്കിലും ഈ കാലം അടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. ഈ ഒരു മോറൽ ഡിസിൻറ്റഗ്രേഷൻ്റെ ഒരു കാലം ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കഴിഞ്ഞൊരു 60, 70, 80 വർഷമായിട്ട് ലോകം പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഈ ചരിത്രം ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പൂർവികരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 1920-കൾ 30-കളിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ 1500-ൽ ജീവിച്ചിരുന്ന ആളുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ പോകുന്നു, അധ്വാനിക്കുന്നു, ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു, വൈകിട്ട് വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ ഒരു കാര്യമാണ് 1000-ഓളം വർഷങ്ങൾ, 2000-ഓളം വർഷങ്ങൾ, 5000-ഓളം വർഷങ്ങൾ നടന്നു പോകുന്നത്. എന്നാൽ ഈ 1920-കൾ 30-കൾ 40-കൾ, പ്രത്യേകിച്ച് ലോകമഹായുദ്ധത്തിന് ശേഷം, രണ്ടാം ലോകമഹായുദ്ധം 1945-ലാണ് തീരുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കുകയും വളരെ പെട്ടെന്ന് ആ പഴയകാലം മാറി പുതിയ കാലം നമുക്ക് പോലും മനസ്സിലാകത്തില്ല. അത് നമ്മുടെ അതിന് ശേഷം ജനിച്ചവരായിരിക്കും ഇരിക്കുന്ന വലിയൊരു പങ്കാൾക്കാർ. പക്ഷേ നമുക്ക് ഒരു 10 വർഷം മുമ്പ് നടന്ന പോലല്ല ഇന്ന്, 5 വർഷം മുമ്പത്തെ പോലല്ല നമ്മുടെ കുടുംബങ്ങൾ ഇന്ന്. അത്ര ഫാസ്റ്റായിട്ടാണ് മോറൽ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത്. അതായത് അസാൻമാർഗികമായ അധപതനം നടക്കുന്നത്. അതുപോലെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിത രീതികൾ മാറുന്നത്, ബന്ധങ്ങൾ മാറുന്നത് വളരെ ഫാസ്റ്റായിട്ട്, നമ്മുടെ ചിന്താഗതികൾ മാറുന്നത്. അപ്പോൾ ഈ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ വേഗം വരുന്നതാണ്, പെട്ടെന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് പറഞ്ഞാൽ എന്ത് സ്പീഡിൽ എന്നുള്ളത് അതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ ഈ അന്ത്യകാലത്ത് ഉണ്ടായിരിക്കുന്ന എക്സ്പൊണൻഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ സോഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പം അതിൻ്റെ ഇന്നത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളത് പെട്ടെന്ന് സംഭവിക്കും. കാരണം സ്പീഡ് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് കാലത്തിൻ്റെ ആ സൈൻ പോസ്റ്റുകളുടെ സ്പീഡ് കൂടുന്നു. പെട്ടെന്ന് സൈൻ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന്, അതായത് വൺസ് ഇറ്റ് അപ്പിയേഴ്സ് വെരി ഫാസ്റ്റ് എന്നാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് എന്ന് പറയുന്നത് പറോസിയ. ദ സെക്കൻഡ് അറൈവൽ ഓഫ് ക്രൈസ്റ്റ് വിൽ ബി ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഇൻ ദ സെൻസ് ദാറ്റ് ടൈം വിൽ ബി ഫ്ലൈയിങ്. അത്ര സ്പീഡിലായിരിക്കും ഇത് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോകം ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു വലിയ ചേഞ്ചിലേക്ക് അന്ത്യകാലത്ത് എത്തുമെന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ചിലപ്പോൾ നമുക്ക് 1-2 ഗ്രീക്ക് വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ യോഹന്നാൻ എഴുതുന്ന സമയത്ത് ഗ്രീക്ക് തന്നെയാണ് അവിടെയുള്ള മെയിൻ ഭാഷ. ഈ ഗ്രീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് പോലെയാണ്. ഇന്ന് നമ്മൾ മലയാളം പറയുന്നത്, യേശു കർത്താവിൻ്റെ കാലത്ത് ഒത്തിരി പേര് അരമായ ഭാഷ സംസാരിക്കുക. പക്ഷേ എഴുത്തുകൾ വരുമ്പോൾ ഒരു ഗ്രീക്കിൽ എഴുതും. കാരണം അതൊരു വൈഡർ ഓഡിയൻസിന് പറ്റും. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതി കഴിയുമ്പോൾ മലയാളികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ മലയാളിക്ക് ശരിക്കും മനസ്സിലാവില്ല. പക്ഷേ തമിഴ്നാട്ടുകാർക്ക് കുറച്ച് മനസ്സിലാവും, മലയാളിക്കും കുറച്ച് മനസ്സിലാവും, ആന്ധ്രക്കാർക്ക് കുറച്ച് മനസ്സിലാവും, എല്ലാവർക്കും കുറച്ച് മനസ്സിലാവും. അപ്പോൾ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ദാറ്റ് അപ്പീൽസ് ടു എ യൂണിവേഴ്സൽ ഓഡിയൻസ്. ഇപ്പോൾ ഗ്രീക്ക് എന്ന് പറയുന്നത് ആ നാട്ടിൽ മുഴുവൻ പടർന്നിരുന്ന ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് പോലെയായിരുന്നു ഈ ഗ്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എഴുത്തുകളെല്ലാം ഗ്രീക്ക് ഭാഷയിലാണ് ഇവർ എഴുതിയത്. കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന കോൺവെർസേഷണൽ, അന്നത്തെ
സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഗ്രീക്ക്. ക്ലാസിക്കൽ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്. ചില വാക്കുകൾ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് അപ്പോകാലിപ്സിസ് എന്ന വാക്കാണ്. അപ്പോകാലിപ്സിസ്. ആ വാക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് റെവലേഷൻ. മലയാളത്തിൽ പറയുമ്പോൾ വെളിപ്പാട്. അപ്പോൾ അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഒരു ഡ്രാമ നടക്കുമ്പോൾ അതിന്റെ കർട്ടൻ മാറ്റുന്ന പരിപാടിയാണ് നമ്മൾ അപ്പോകാലിപ്സിസ് അൺവെയിലിംഗ്, അതായത് വെയിൽ മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ റെവലേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണോ നമുക്ക് മറഞ്ഞിരിക്കുന്നത്, ആ മറഞ്ഞിരിക്കുന്നതിന് മേലുള്ള വെയിൽ അല്ലെങ്കിൽ മറവ് എടുത്തു മാറ്റുക എന്ന അർത്ഥത്തിലാണ് ഈ റെവലേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തി തരാനുള്ള ഒരു കാര്യം അത് തുറന്നു കാണിക്കുക, മറനീക്കി കാണിക്കുക, ഈ അർത്ഥമാണ് റെവലേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒത്തിരി മർമ്മങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് മാറ്റണം. കാരണം പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒളിച്ചു വെച്ച് കർത്താവ് ഒന്നും സംസാരിക്കുന്നില്ല. പ്ലെയിൻ ലാംഗ്വേജ് ആണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷ. പ്ലെയിൻ ഭാഷയാണ്. നമ്മളിതിനെ മിസ്റ്റിഫൈ ചെയ്ത്, അതായത് എന്താ പറയുന്നത്, ഒരു മിസ്റ്ററി ബുക്കാക്കി മാറ്റി, ഒരു നിഗൂഢതകളുടെ, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിഗൂഢതകളുള്ളതാക്കി മാറ്റുന്നത് നമുക്ക് തോന്നിയതുപോലെ ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ്. ഇത് ദൈവത്തിന്റെ സഭകളോട് എഴുതാൻ പറഞ്ഞ് അന്നത്തെ സഭകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകമാണ്. സഭകളിൽ വായിച്ച് കേൾപ്പിക്കേണ്ട, സഭകളിൽ പഠിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ്. അപ്പൊ ദൈവം തൻ്റെ ദാസന്മാർ എന്തറിഞ്ഞിരിക്കണം എന്നുള്ള ദൈവിക ഉദ്ദേശങ്ങളെയാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെവലേഷൻ എന്ന് പറയുന്നത് ഒരു വെളിപ്പാട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമല്ല, ഇത് നമുക്ക് അനുസരിക്കാനുള്ളൊരു മാനുവലായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് ഇത് അനുസരിക്കുന്നവർക്ക് എന്നാണ്. ഈ പുസ്തകത്തിലെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവർക്ക്. അതായത് 3-ാം വാക്യം പറഞ്ഞു, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു റീഡ്സ് അലൗഡ് ദ വേർഡ്സ് ഓഫ് ദിസ് പ്രോഫസി ആൻഡ് ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹിയർ ആൻഡ് ഹു കീപ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ഇറ്റ്. അപ്പൊ നമുക്കൊരു കഥ വായിക്കുന്നവർ വായിക്കാൻ വേണ്ടി ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അതായത് കേൾക്കുകയും കാക്കുകയും. ലിസൺ ആൻഡ് കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അനുസരിച്ച് പോരേണ്ട, അന്ത്യകാലത്ത് നമ്മൾ സൂക്ഷിച്ചനുസരിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയാണ് വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത്? അത് ആദ്യത്തെ വാക്യത്തിൽ ആ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ വെളിപ്പാട് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു ചെയിൻ എങ്ങനെയാണെന്നാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ഗോഡ് ഗേവ് ഹിം, ദൈവം അവന് നൽകി. ആരാണ് അവൻ? ക്രിസ്തുവാണ്. ഗോഡ് ഗേവ് ഹിം ടു ഷോ ഹിസ് സെർവൻസ്, അവൻ്റെ ദാസന്മാർക്ക് കാണിക്കേണ്ടതിന്. ദ തിങ്സ് ദാറ്റ് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്, എത്രയും പെട്ടെന്ന് സ്പീഡിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ, കണ്ണിമയ്ക്കുന്ന സ്പീഡിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ തങ്ങളുടെ സെർവൻസിന്, കർത്താവിൻ്റെ ദാസന്മാർക്ക് മനസ്സിലാകേണ്ടതിന് കർത്താവിനെ ഏൽപ്പിച്ച കാര്യം. അപ്പോൾ ഗോഡ് ഗേവ് ഇറ്റ് ടു ക്രൈസ്റ്റ് ടു ഗിവ് ഇറ്റ് ടു അസ്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഹി മെയ്ഡ് ഇറ്റ് നോൺ. ആരാ? കർത്താവ്. ഹി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹി മെയ്ഡ് ഇറ്റ് നോൺ ബൈ സെൻഡിങ് ഹിസ് ഏഞ്ചൽ ടു ഹിസ് സെർവൻറ്റ് ജോൺ. യോഹന്നാൻ എന്ന അവൻ്റെ ദാസന് കർത്താവ് ഒരു ദൂതനെ അയച്ച് ഈ വെളിപ്പാടുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഗോഡ് ഗേവ് ഇറ്റ് ടു ജീസസ്, ജീസസ് സെൻഡ് ഇറ്റ് ത്രൂ ആൻ ഏഞ്ചൽ ടു ജോൺ ആൻഡ് ഫ്രം ജോൺ വി റിസീവ് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് എഴുതാൻ സഹായിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ആരിലൂടെയാണ് ഇത് വരുന്നത്? മധ്യസ്ഥനായ യേശു ക്രിസ്തു. ഈ വെളിപ്പാട് കാലങ്ങളുടെ കൺട്രോൾ നിത്യനായ പിതാവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ പോലെ ആ ഒരു ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇറ്റ്സ് എ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഇത് യേശു ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന്, ഇത് യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്. ഇറ്റ്സ് ഫ്രം ക്രൈസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തു ആരാണ്? നമുക്കറിയാം, പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഭാഗികമായ വെളിപ്പാടും പുതിയ നിയമത്തിൽ പൂർണ്ണമായ വെളിപ്പാടും. പക്ഷേ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷൻ വരുന്ന ഈ പുസ്തകത്തിലാണ്. ക്രിസ്തു ആരാണ്? ദൈവത്വം എന്താണ്? ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ഗോഡ് ദ സൺ,
അതാണ് നമ്മൾ ഈ വെളിപ്പാട് ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ബൈബിൾ ഏത് ഭാഗം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം, എവറിത്തിങ് ദാറ്റ് ഗോഡ് ഡസ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഷുഡ് എലിസിറ്റ് എ വർഷിപ്പ് ടു ഗോഡ്. ദൈവത്തിനൊരു ആരാധന ഉയരുവാൻ വേണ്ടിയാണ് എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ വെളിപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കുഞ്ഞാട് മഹത്വപ്പെടുക, ആരാധിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇതിനകത്ത് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് കുറേ സംഭവങ്ങൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. അവർ പർപ്പസ് ഈസ് ടു ഗ്ലോറിഫൈ ദ ലാംബ് ഹു ഇസ് വർതി ടു റിസീവ് ഓണർ, ഗ്ലോറി ആൻഡ് പ്രൈസ്. അത് 22 അധ്യായം വരുമ്പോഴേക്കും അത് ക്ലൈമാക്സ് ചെയ്യുന്നത് ഇതേ വർഷിപ്പ് തന്നെയാണ്. ആ വെളിപ്പാട് ദിവസത്തിൻ്റെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നതും ദ ലാംബ് ഈസ് ഗ്ലോറിഫൈഡ് എന്നുള്ളതാണ്. ഹു ഈസ് ദാറ്റ് ലാംബ്? ആ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന ഒരു ബുക്ക് കൂടിയാണ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. പുനരുത്ഥാനം ചെയ്ത, മുറിവേറ്റ, ഇപ്പോഴും മുറിവുകളുള്ള ക്രിസ്തു, അറുക്കപ്പെട്ടവനായി കാണപ്പെടുന്ന ക്രിസ്തു, ആ വേദന നമുക്ക് വേണ്ടി സഹിച്ച മഹത്വപ്പെട്ട ക്രിസ്തു. ഇത് ഭയങ്കര പവർഫുൾ ഇമേജാണ് യോഹന്നാൻ നമുക്ക് തരുന്നത്. അപ്പോൾ ആ മുറിവേറ്റവനായ ആട്, അറുക്കപ്പെട്ട കുഞ്ഞാട്, അറുക്കപ്പെട്ട ഒരാള് യാഗപീഠത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇറ്റ്സ് എ പവർഫുൾ സൈറ്റ്. വളരെ സർവശക്തനായ ദൈവം ബലഹീനനായി കാണപ്പെടുന്ന, എന്നാൽ സകല മഹത്വം സ്വീകരിക്കാൻ യോഗ്യനായി ആരാധിക്കപ്പെടുന്ന ഒരു വളരെ അപൂർവമായ കാഴ്ചകളാണ് നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഡേ എന്നൊരു വാക്കുണ്ട്. അത് മസ്റ്റ് എന്നാണ് അതിനർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, ചില ഗ്രീക്കുകൾ ഇതിനകത്ത് വരും, അത് വന്നില്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ പറയുന്നത്. പക്ഷേ അപ്പോൾ ഈ മസ്റ്റ് ടേക്ക് പ്ലേസ്. അപ്പോൾ എന്ത് കാര്യമാണ് വെളിപ്പെടുത്തുന്നത്? ഫസ്റ്റ് വേഴ്സ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ: ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഗോഡ് ഗേവ് ഹിം ടു ഷോ ടു ഹിസ് സെർവൻസ് ദ തിങ്സ് ദാറ്റ് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്. വളരെ പെട്ടെന്ന് സംഭവിച്ചിരിക്കേണ്ടത്, മസ്റ്റ് ടേക്ക് പ്ലേസ്. അപ്പോൾ മസ്റ്റ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ഒരു പോസിബിലിറ്റി അല്ല, ഇതിങ്ങനെ നടന്നേ പറ്റൂ, എത്രയും വേഗം നടന്നേ പറ്റൂ എന്നുള്ള ദൈവം തീരുമാനിച്ച അവൻ്റെ ഡിക്രിയുടെ ഭാഗമായ കാര്യങ്ങളാണ് ഈ വെളിപ്പാട് ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ആ മസ്റ്റ് എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ മസ്റ്റ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഇതൊരു സാധ്യതയല്ല പറയുന്നത്, ഈ കാര്യങ്ങൾ സംഭവിച്ചേ തീരൂ, സംഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കർത്താവ് യോഹന്നാനിന് നൽകുന്നത്. ഓക്കെ. അപ്പോൾ ഈ മസ്റ്റ് സൂൺ എന്ന വാക്കിനകത്ത് നമ്മൾ കുറച്ച് വ്യാഖ്യാനം ആവശ്യമാണ്. സൂൺ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് യോഹന്നാൻ എഴുതി ഉടനെ തന്നെ സംഭവിക്കുന്നു. നോ, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അന്നത്തെ കാലത്ത് സംഭവിച്ചു പോയതിനകത്ത് പല കാര്യങ്ങളും. ഈ സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഈ പ്രൊഫറ്റിക് പ്രോഗ്രാമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഈ അപ്പോസ്തലിക കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ക്രിസ്തുവിൻ്റെ വരവോടുകൂടി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചരിത്രം, ടൈമിനുള്ള ഈ മൂവ്മെൻറ്റ്, അതിൽ ഏറ്റവും പെട്ടെന്ന് ചടപടാന്ന്, അതായത് വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് വെരി ഫാസ്റ്റ്. അങ്ങനെയാണ്. അതെപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ വെരി സൂൺ ഹാപ്പൻ. നമ്മളെപ്പോഴും ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ കാത്തിരിക്കുന്നത് വളരെ വേഗം ഈ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനർത്ഥം ഇത്രയേ ഉള്ളൂ. സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ടക്കൈ എന്നാണ്. ടക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ്ലി, വളരെ പെട്ടെന്ന്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാത്ത, അപ്പം തന്നെ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ബട്ട് വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ്, വൺ ദ അപ്പോയിൻറ്റഡ് ടൈം കംസ്, എവറിത്തിങ് ഹാപ്പൻ സോ ഫാസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ പെട്ടെന്നുള്ള വാക്കുകൊണ്ട് പല ആൾക്കാരും പറയുന്നത് യോഹന്നാൻ പറഞ്ഞ കാലത്ത് തന്നെ ഇതൊക്കെ നടന്നുപോയി. നീറോ ചക്രവർത്തി ആയിരുന്നു 666, ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. പക്ഷെ അങ്ങനെ നമുക്ക് ഒരിക്കലും അത് മുഴുവൻ വായിക്കുമ്പോൾ, അത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ മുഴുവൻ വായനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് അന്ത്യകാലത്ത് ഫൈനൽ മോമെൻറ്റുകളിൽ നടക്കേണ്ട അനേകം കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സൂൺ എന്ന അപ്പോസ്തലന്മാർ പറയുന്നതിൻ്റെ റീസൺ, അത് കാലം നോക്കിയിട്ടല്ല ഈ സൂൺ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ഈ സൂൺ എന്നുള്ള വാക്ക് കാലം നോക്കാതെ പറയുന്നത്? ഇപ്പം നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ നോക്കിയാലും അവർ താമസിക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ നോക്കിയാലും
ദീസ് തിങ്സ് മസ്റ്റ് ഹാപ്പൻ സൂൺ എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. അത് എപ്പോഴാണ് ടൈം നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും ഏത് സമയത്തും ഇത് സംഭവിക്കും എന്ന് കാത്തിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ മെസ്സേജ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ ഏതൊരു വിശ്വാസിച്ച് നോക്കിയാലും വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ സൂൺ മസ്റ്റ് ടേക്ക് പ്ലേസ് എന്ന രീതിയിലാണ് ഓരോരുത്തർക്കും ഇത് ലഭിക്കുന്നത്. അപ്പോൾ റെവലേഷൻ നമുക്ക് തരുന്ന ഒരു അർജൻസിയാണ്. അർജൻസി ടു ഡു ഗോ ഓൺ എ മിഷൻ, അർജൻസി ടു പ്രീച്ച്, അർജൻസി ടു ലിവ്, അർജൻസി ടു ടേക്ക് ഇൻ ടേക്കിംഗ് തിങ്സ് സീരിയസ്ലി. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പാട്. സൂൺ, ആ സൂൺ എന്നുള്ള വാക്ക് നാളെ തെറ്റിദ്ധാരണജനകമായിട്ട് ഉപയോഗിക്കാൻ ഇടയാകരുത്. നാളെ വേറൊരാൾ വന്നിട്ട്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചൊരു കാര്യം, എത്ര പത്യവചനത്തിൽ ഉറച്ചെന്ന് പറഞ്ഞാലും കുറേ ആൾക്കാരൊക്കെ പിന്നെ തിരിച്ചു മറിച്ച് ചിന്തിച്ച് ചിലപ്പോൾ ഒരു ദുർമനസാക്ഷി ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറൊരു സ്വാധീനം ഉണ്ടാകുന്നതൊക്കെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ എൻ്റെ ഒരു ലൈഫ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 994 ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ക്രൈസ്റ്റ് അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ. ആ ഉപദേശം ഒരിക്കൽ പോലും മാറിയിട്ടില്ല. ഇത് വൺസ് ഇറ്റ് ക്ലിക്സ് ഇൻ ടു അവർ മൈൻഡ് ദാറ്റ് ഗോഡ് അലോൺ, ക്രൈസ്റ്റ് അലോൺ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വേറൊരു ട്രാക്കിലേക്ക് പോകാന്ന് പറയുന്നത്, പക്ഷേ ഒരുപക്ഷെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും. ബട്ട് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് യുവർ സേവിയർ, ഹി ഡൈഡ് ഫോർ മീ ആൻഡ് ഇറ്റ് ഈസ് ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിനകത്ത് പോകുക എന്ന് പറയുന്നത്, മറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്, എനിക്കറിയില്ല ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ. അത് ശരിക്കും മനസ്സിലാകത്തോണ്ടായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെളിപ്പാട് ദിവസം 19-20 അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട്, ഉറപ്പായിട്ട് അറിയാവുന്നതുകൊണ്ട്, ഇതെല്ലാം സൂൺ എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം അന്ത്യകാലത്തേക്ക് മുതിരിട്ടിരിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യവും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അന്ത്യകാലം എന്ന് പറയുന്നത് ആ, ഏതാണ്? പെന്തക്കോസ് നാളിൽ ആത്മാവ് സഭയെ രൂപപ്പെടുത്തുന്ന, ആ ക്രിസ്ത്യ സഭയെ രൂപപ്പെടുത്തുന്ന, അതായത് അതിൻ്റെ വിസിബിൾ ഫോമിനെ രൂപപ്പെടുത്തുന്ന മോമെൻ്റ് തൊട്ട് അന്ത്യകാലമാണ്. കാരണം അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്ന യോവേൽ പ്രവചനത്തിൻ്റെ പ്രവചന പുസ്തകത്തെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അന്ത്യകാലത്ത് ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുമെന്നുള്ള വാഗ്ദത്തം വായിച്ചിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇറ്റ് വാസ് ദ ഇനാഗുറേഷൻ ഓഫ് ദ എൻഡ് ടൈംസ്. അപ്പോൾ അന്ത്യകാലം തുടങ്ങുന്ന എന്നാണ്? ഈ ആത്മാവ് വരുമ്പോഴാണ്, കർത്താവിൻ്റെ മരണം, ആ സബ്സിക്വൻ്റ് അവിടെ തൊട്ടാണ് ഈ അന്ത്യകാലം. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്ന അന്ത്യകാലത്താണ്. ആ സൂൺ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന എല്ലാ വിശ്വാസികളുടെ മുമ്പിൽ ഈ സൂൺ, നിങ്ങൾ ദൂരെ നിന്ന് എങ്ങനെ കേൾക്കുന്ന, സ്പൂണൊന്നും കേട്ടേക്കില്ല, സൂൺ പെട്ടെന്ന് നടക്കുന്ന, വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവം നൽകിയ, നമുക്കൊരു കാര്യം ഇത് ആദ്യത്തെ വാക്യത്തിന് മനസ്സിലായി, ദൈവം നൽകിയ ഒരു പ്രൊഫസിയാണിത്, ഒരു വചനമാണ്, ഒരു പ്രവചനമാണ്. അപ്പോൾ ഇവിടെ യോഹന്നാനെ നമുക്കൊരു പ്രവാചകനായിട്ട് കാണാം. കാരണം കർത്താവ് എന്താണ് യോഹന്നാന് കൊടുത്തത്, അത് യോഹന്നാൻ ജനങ്ങൾക്ക് നൽകുമ്പോൾ ഹി ബിക്കംസ് എ പ്രോഫറ്റ് ഫ്രം ഗോഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്, രണ്ടാം വാക്യം, ഹി മെയ്ഡ് ഇറ്റ് നോൺ, ഓക്കെ, ഹു ബോർ വിറ്റ്നസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടു ദ ടെസ്റ്റിമണി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈവൻ ടു ഓൾ ദാറ്റ് ഹി സോ. ഇപ്പോൾ യോഹന്നാനെ എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇതെല്ലാം പറയാൻ? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിന് അവൻ സാക്ഷിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന്, ലൈഫിന്, മരണത്തിന്, പുനരുത്ഥാനങ്ങൾക്ക് യോഹന്നാൻ സാക്ഷിയായിരുന്നു. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അവസാനം ഉണ്ടായിരുന്ന ശിഷ്യൻ യോഹന്നാനാണ്. പക്ഷെ ജോൺ വാസ് എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ് ടെസ്റ്റിമണി. പിന്നെ കർത്താവ് അവസാന കാലത്തെ കാണിച്ചു കൊടുക്കുന്നതും യോഹന്നാനാണ്. യോഹന്നാനാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന അപ്പോസ്തലൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി നമ്മൾ വ്യാഖ്യാനിക്കുമ്പം, ഇതൊരു ഇൻട്രഡക്ഷനാണ്, ഇനി ഇത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഹന്നാൻ ശരിക്കും എന്താ നമ്മൾ പറയുന്നതെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. നമ്മുടെ സിസ്റ്റത്തെ ഇതിനകത്തോട്ട് കയറ്റി വിടരുത്. അത് നിങ്ങൾ വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ, നമ്മൾ എവിടെ പ്രസംഗം കേൾക്കുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് ചേർത്തേ നമുക്കിത് ഓർമ്മ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ അൺലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇതിൻ്റെ കൂടെ നടന്നു പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തിന് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ബ്ലസ്ഡ് ഈസ് ദ വൺ ഹു റീഡ്സ് അലൗഡ് ദ വേർഡ്സ് ഓഫ് ദിസ് പ്രൊഫസി ആൻഡ് ബ്ലസ്ഡ് ആർ ദോസ് ഹു ഹിയർ ആൻഡ് ഹു കീപ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ഇറ്റ്, ഫോർ ദ ടൈം ഈസ് നിയർ. ഇത് ഉറക്കെ വായിച്ച് കേൾക്കണമെന്നാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്തിനു ഉറക്കെ വായിക്കുന്നത്? നമുക്ക് പലപ്പോഴും ഉറക്കെ വായിക്കുന്നതിനേക്കാൾ ചില ആൾക്കാർക്ക്, എനിക്കൊക്കെ കോൺസെൻട്രേഷൻ കിട്ടുന്നത്
മനസ്സിൽ വായിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർക്ക് ഉറക്കെ വായിച്ചാലേ കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് മനസ്സിൽ വായിക്കുമ്പോഴാണ് അതെന്താണെന്ന് എനിക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഉറക്കെ വായിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം തരണമെങ്കിൽ ഒരു ദിവസം തരാം. ഇത് എന്തുകൊണ്ടാണ് ഈ യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം ഉറക്കെ വായിച്ച് കേൾക്കണം എന്ന് പറയുന്നത്? ഈ സാധാരണഗതിയിൽ എല്ലാ പുസ്തകവും വായിച്ച് കേൾപ്പിക്കാൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊളോസി ലേഖനത്തിലെ ഇതെല്ലാം അതായത് സഭകളിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പം ഇത് ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്ന ആള് ഭാഗ്യവാൻ, അത് കേൾക്കുന്നവരും ഭാഗ്യവാൻ, അതനുസരിക്കുന്നവരും ഭാഗ്യവാൻ. അപ്പം ഇതെന്തിനാ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്നത്? പിന്നെ പിന്നെ വേണേൽ നമുക്ക് വായിച്ച് കേൾപ്പിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. ഇപ്പം ഞാൻ നിങ്ങൾ ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. എന്താ കാരണം എന്നറിയാം? കേൾവിയാലാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുന്നത് നമുക്കറിയാം. എല്ലാവരും കേൾക്കാൻ ശക്തിയുള്ളവരല്ല. പക്ഷെ വചനം ഗ്രഹിക്കപ്പെടണം, എങ്ങനെയെങ്കിലും അകത്തേക്ക് സ്വാംശീകരിക്കപ്പെടണം. പക്ഷേ ഇവിടെ നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യമില്ല. വചനത്തിൻ്റെ പ്രസംഗമല്ല, വചനത്തിൻ്റെ വായന. പ്രസംഗിച്ച് ഇതിനകത്ത് അത് ഇതൊക്കെ നമ്മൾ ചേർക്കും. ഇതൊന്നും ചേർക്കാതെ നമ്മളിത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നവർ ബ്ലസ്ഡ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഈ യോഹന്നാൻ എഴുതുന്ന കാലത്ത് ഇത് അവർക്ക് പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനമില്ലാതെ മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച് കേൾപ്പിച്ചാൽ മതി, അവർക്ക് മനസ്സിലായിക്കോളും. ഇന്ന് എത്ര വായിച്ചാലും മനസ്സിലാകാത്ത രീതിയിലാണ് നമ്മുടെ മുമ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഒറിജിനൽ ഓഡിയൻസിന് അത് പെട്ടെന്ന് മനസ്സിലാകും എന്നൊരു സൂചന കൂടെ ഇതിനകത്തുണ്ട്. ഇത് വായിച്ച് കേൾപ്പിക്കുക, കേൾക്കുന്നവനും അനുസരിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഉറക്കെ വായിച്ച് കേൾപ്പിക്കാൻ നിൽക്കെ അത് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് യോഹന്നാൻ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: നമ്മളിത് വിശ്വാസമായി അനുസരണമായി മാറുവാൻ, പ്രത്യേകിച്ച് ഒന്നും ഇതിനോട് കൂട്ടിച്ചേർക്കാതെ ഒരു പ്രസംഗമാക്കി മാറ്റാതെ അത് വ്യക്തമാക്കാനാണ് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ പോലെ നമുക്കിന്ന് ഈ ഭാഷ, അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമായതുകൊണ്ട് വി നീഡ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ ആ ടെക്സ്റ്റ് അല്ലാതെ അതിൻ്റെ വെളിയിൽ ഒരു കാര്യത്തിലേക്കും പോകാൻ പാടില്ല. ഒൺലി ദ ടെക്സ്റ്റ്. അത് റെവലേഷന് പ്രത്യേകിച്ച് ഉള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ഡു നോട്ട് ആഡ് എനിത്തിങ് ടു ദ ടെക്സ്റ്റ്. ഡോണ്ട് ഡു ഐസിജസിസ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതിനെ നമ്മൾ വെളിയിൽ നിന്നുള്ള ആശയങ്ങൾ അകത്തോട്ട് കയറ്റാൻ വരാതെ ഇത് തന്നെ വായിച്ച് കേൾപ്പിക്കുക. അത് തന്നെ അനുഗ്രഹമാണ് എന്ന് യോഹന്നാൻ പറയുന്നത്. കാരണം ഇത് യേശുക്രിസ്തു ഡയറക്റ്റായിട്ട് കൊടുത്ത ഒരു മെസ്സേജാണ്. ഇപ്പോൾ വെളിപ്പാടും മറ്റു പുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിപ്പാട് കർത്താവിൻ്റെ ഡയറക്റ്റ് ഓറക്കിളാണ്, ദൂതൻ വഴി കൊടുത്തുവിടുന്നത്. എന്നാൽ മറ്റ് പുസ്തകങ്ങൾ, ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അവർക്ക് ആത്മാവ് കൊടുക്കുന്ന ഇൻസൈറ്റിൽ നിന്നാണ് എഴുതുന്നത്. രണ്ടാണ്, രണ്ട് രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു നറേഷൻ, ഏഞ്ചലിക് നറേഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 4-ാം വാക്യത്തിലേക്ക് വരാം. ഇതാണ് അവിടെ തൊട്ടാണ് നമ്മൾ പതുക്കെ ആരംഭിക്കുന്നത്. ആരംഭിക്കുന്നത് ശരിക്കും 9-ാം വാക്യത്തിലാണ്. 8 വരെ നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു ഇൻട്രഡക്ഷനാണ്. 8-ാം വാക്യം വരെ. 9-ാം വാക്യം തൊട്ടാണ് ആ വെളിപ്പാട് തുടങ്ങുന്നത്. 4-ാം വാക്യം പറയുന്നു, യോഹന്നാൻ 7 സഭകൾക്ക്, ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സല്യൂട്ടേഷൻ: ഗ്രേസ് ടു യു ആൻഡ് പീസ്. കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകുമാറായിട്ട്. ഇനി അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒത്തിരി പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് കൃപയും സമാധാനവും എന്താണെന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിൽ കൃപയും സമാധാനം എന്ന് പറയുമ്പോൾ പൗലോസായ ആളുടെ ആശംസയായിട്ടാണ് വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഗ്രേസ് ടു യു ആൻഡ് പീസ് ഫ്രം ഹിം ഹു ഈസ് ആൻഡ് ഹു വാസ് ആൻഡ് ഹു ഈസ് ടു കം ആൻഡ് ഫ്രം ദ 7 സ്പിരിറ്റ്സ് ഹു ആർ ബിഫോർ ഹിസ് ത്രോൺ. അപ്പോൾ ഡയറക്റ്റാണ് വിഷ്. കാരണം ഇത് പ്രവാചക ശബ്ദമാണ്, ഡയറക്റ്റ് വിഷ്. ആരാ നമ്മുടെ വിഷ് ചെയ്യുന്നത്? കൃപയും സമാധാനം നിങ്ങൾക്ക് വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞ യോഹന്നാനല്ല, യേശുക്രിസ്തുവാണ്. ആണ് ഡിഫറൻസ്. ഇതാണ് അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മുടെ സാൻസ്ക്രിറ്റിൽ ഇവിടുത്തെ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് ഒരു രണ്ടായിട്ട് തിരിച്ചു: ശ്രുതി ആൻഡ് സ്മൃതി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രുതിയും സ്മൃതിയും ഉണ്ട്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്ലി ഓറക്കിൾസ്, ഡയറക്റ്റ്. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ്, മനുഷ്യൻ്റെ മെമ്മറിയിൽ നിന്ന് എഴുതുന്നതാണ്. രണ്ട് തരത്തിലാണ് ഡിവൈൻ ബുക്സിനെ ഈ ഇന്ത്യയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബൈബിളിൽ നോക്കിയാലും ശ്രുതിയുമുണ്ട് സ്മൃതിയുമുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി കേൾക്കാൻ മാത്രമാണ്. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു നറേഷനുണ്ട്, മനുഷ്യരുടെ ഭാഷയുണ്ട്. ഇത് മനുഷ്യരുടെ ഭാഷയില്ല, ഇത് ദൈവത്തിൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് സഭയോട് പറയുവാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അത് തന്നെയല്ലേ പൗലോസ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ തന്നെയാണ് കർത്താവ് നമ്മളെ വിഷ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. And from Jesus Christ, the faithful witness, the firstborn of the dead, and the ruler of the kings of the earth. ഇത് നമ്മൾ ഈ ഒരാഴ്ച ഇത്തിരി പതുക്കെ ആയിരിക്കും ഇത് പോകുന്നത്, കാരണം നമുക്കിതിൻ്റെ ഇൻട്രഡക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ ലേണിംഗ് എ ബുക്ക് ലൈക്ക് ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. വി വിൽ സീ അഗെയിൻ നെക്സ്റ്റ് വീക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് അന്ത്യകാലത്ത് വരാനിരിക്കുന്നത് എന്തായാലും കർത്താവ്, ഞങ്ങൾ അതിനെ ക്ഷമയോടെ പ്രതീക്ഷയോടെ ഉറ്റു നോക്കുമ്പോഴും ഞങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണമായി റെസ്റ്റ് ചെയ്യുകയും അവിടുന്ന് ഞങ്ങളെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കുന്നു വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്താൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങ് വർഷിപ്പ് ചെയ്യുവാൻ ദൈവമേ, അങ്ങയുടെ കൃപ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.